ഇന്ന് ജീവിച്ചിരിക്കുന്ന വഹാബി മൗലവിമാർ എന്തൊക്കെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഒരു മൗലവിയുടെ പ്രസംഗം വ്യഭിചാരത്തെക്കാൾ വലിയ രണ്ട് തിന്മ, കള്ളുകുടിയേക്കാൾ വലിയ രണ്ട് തിന്മ, അയാൾക്കറിയാവുന്ന സബുൽ മൂബിഖാത്ത് എണ്ണിപ്പറഞ്ഞ് ഇതിനേക്കാളൊക്കെ ഏറ്റവും വലിയ രണ്ട് തിന്മ സുബഹിക്ക് ഖുനൂത്ത് ഓതുന്നതാണ്, നിസ്കാരത്തിനു ശേഷം കൂട്ടപ്രാർത്ഥന നടത്തുന്നതാണ്. ഇതൊരു മുജാഹിദ് മൗലവിയുടെ പ്രസംഗ, മുജാഹിദ് ബാലുശ്ശേരിയുടെ. ചിന്തിക്കണം, സുബഹിക്ക് പള്ളിയിലേക്ക് വന്ന് അല്ലാഹുവേ നീ ഹിദായത്ത് നൽകിയവരുടെ കൂട്ടത്തിൽ ഞങ്ങൾക്ക് ഹിദായത്ത് നൽകണേ എന്ന് തുടങ്ങിയിട്ടുള്ള മനോഹരമായ ഖുനൂത്ത്. ആ ഖുനൂത്ത് ഓതുന്നത് വ്യഭിചാരത്തെക്കാൾ വലിയ തിന്മയാണ്, കള്ളുകുടിയേക്കാൾ വലിയ തിന്മയാണെന്ന് ഒരു വഹാബി പുരോഹിതൻ പറഞ്ഞാൽ നമ്മൾ പറയണ്ടേ? നിസ്കാരം കഴിഞ്ഞാൽ കൂട്ടപ്രാർത്ഥന നടത്തുന്നത്, ഇമാമ ദുആ ചെയ്യുമ്പോൾ നമ്മൾ ആമീൻ പറയുന്നത് വ്യഭിചാരത്തെക്കാൾ കള്ളുകുടിയേക്കാൾ മറ്റുള്ള തിന്മകളെക്കാൾ വലിയ തിന്മയാണെന്ന് ഒരാൾ പറഞ്ഞാൽ ഈമാനുള്ളവർ പ്രതികരിക്കണ്ടേ? മദ്രസയിലെ മക്കളെ കഴുത്ത് ഞെരിച്ചു കൊല്ലണം എന്ന് ഈ വഹാബി പുരോഹിതൻ പ്രസംഗിച്ചാൽ നമ്മൾ അതിനെ എതിർക്കണ്ടേ? പാണക്കാട്ടെ തങ്ങന്മാരുൾപ്പെടെ കേരളത്തിലെ തങ്ങന്മാർക്ക് മുത്തനബിയുമായി കുടുംബ ബന്ധമില്ല എന്ന് ഈ മൗലവിമാര് പറഞ്ഞാൽ നമ്മൾ പ്രതികരിക്കണ്ടേ? പാണക്കാട് സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങളെ ശബരിമലയിലെ മേൽശാന്തിയാക്കണമെന്ന് പറഞ്ഞത് ഒറിജിനൽ മൗദൂദിയായ ഓ അബ്ദുള്ളയാണ്. പാണക്കാട്ടെ തങ്ങന്മാർക്കെതിരെ അതിനേക്കാൾ വലിയ അശ്ലീലം പറഞ്ഞത് ഈ ഓ അബ്ദുള്ളയാണ്. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ ആക്ഷേപിച്ചത് സുഹൈർ മൗലവി ചുങ്കത്തറയാണ്. സയ്യിദ് പേരിന്റെ തുടക്കത്തിൽ സയ്യിദ് എന്ന് കൂട്ടി പറഞ്ഞത്, അവസാനം തങ്ങളെന്ന് പറഞ്ഞത് ഇയാള് പറയാ മാതാപിതാക്കളെ വെച്ചുകൊടുത്ത പേരല്ല. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ ആക്ഷേപിക്കുകയാണ്, മാതാപിതാക്കൾ വെച്ചുകൊടുത്ത പേരല്ല. പിന്നെ സയ്യിദ് ആരു കൂട്ടിയതാ? തങ്ങൾ ആരു കൂട്ടിയതാ? എന്നിട്ട് ഉദാഹരണം പറയാം, ശ്രീ 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 രവിശങ്കരെ പോലെ, മാതാ അമൃതാനന്ദമായി ദേവിയെ പോലെ. എന്തിനാണ് തങ്ങളെ വിമർശിക്കാൻ മറ്റു മത നേതാക്കളെ പോലും വിമർശിക്കുന്നത്? ഞങ്ങളെ ബഹുമാനിക്കും, ഞങ്ങളുടെ നേതാക്കളെ തങ്ങന്മാരെന്ന് ഞങ്ങൾ വിളിക്കും, സയ്യിദ് എന്ന് പറയും, സയ്യിദുൽ ഉലമ എന്ന് പറയും, ശംസുൽ ഉലമ എന്ന് പറയും. ഞങ്ങളുടെ ഉസ്താദുമാരെയും ഞങ്ങളുടെ തങ്ങന്മാരെയും ഞങ്ങൾ പേരുകൊണ്ടും പെരുമാറ്റം കൊണ്ടും ഞങ്ങൾ ആദരിക്കും, ബഹുമാനിക്കും. ഈ സുഹൈർ മൗലവിയോട് ചോദിക്കട്ടെ, നിങ്ങളുടെ പേരിന്റെ വാലായിട്ടുണ്ടല്ലോ മൗലവി, നിങ്ങളുടെ അനുയായികളും നിങ്ങളുടെ നേതാക്കളും പറയാറുള്ളത് സുഹൈർ മൗലവി. നിങ്ങൾ ഏതെങ്കിലും കോളേജിൽ ബിരുദം നേടിയതല്ലല്ലോ മൗലവി. മൗലവി എന്ന വാക്ക് നിങ്ങളെ ബഹുമാനിച്ച് പറയുന്നതല്ല നിങ്ങളുടെ ആളുകൾ. ഞങ്ങളുടെ നേതാക്കളെ ബഹുമാനിച്ചാൽ, ആദരിച്ചാൽ, ഇത് സഹിക്കാത്ത ഈ വഹാബികളെ, ഈ മൗദൂദികളെ, ദീനീ കാര്യങ്ങളെ മുഴുവനും എതിർക്കുന്ന ഈ വഹാബി മൗദൂദി പുരോഹിതന്മാരെ സമസ്തയും SKSS-ഉം എതിർത്തുകൊണ്ടേയിരിക്കും. എല്ലാ നന്മകളെയും മുടക്കുന്നവർ. ഒരു മരണ വീട്ടിൽ ദിക്ർ ചൊല്ലാൻ പാടില്ല, മരിച്ചവർക്ക് വേണ്ടി ഖത്മുൽ ഖുർആൻ നടത്താൻ പാടില്ല, മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ദിക്ർ ചൊല്ലാൻ പാടില്ല, യാസീൻ ഓതാൻ പാടില്ല, അൽഫാത്തിഹ വിളിക്കാൻ പാടില്ല, ഹദ്ദാദ് ചൊല്ലാൻ പാടില്ല. എന്താ പിന്നെ പാടുള്ളത്? ഖുർആൻ ഓതുന്നതിന് മുടക്കുന്നവർ, ദിക്ർ ചൊല്ലുന്നതിന് മുടക്കുന്നവർ, സകല നന്മകളെയും മുത്തനബിയോടുള്ള മഹബത്തിന്റെ പേരിൽ ചെയ്യുന്ന സകല നിയമത്തുകളെയും മുടക്കുന്നവർ, ഇവരെ എതിർക്കണ്ടേ? ഇത് ആത്മീയതയാണ്, ഇത് ഈമാനിന്റെ ഭാഗമാണ്. വിദഅത്തിനോടുള്ള എതിർപ്പ് എന്ന് വളരെ വിനയത്തോടുകൂടെ മനസ്സിലാക്കണം. അത് മാത്രമല്ല, ബിദ്അത്തിനെ എതിർക്കേണ്ടത്, വഹാബിസത്തെയും മൗദൂദിസത്തെയും എതിർക്കേണ്ടത് ഈ നാടിന്റെ ആവശ്യം കൂടിയാ. കാരണം എന്താണ്? ഇന്ത്യയിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും ഇന്ത്യക്ക് പുറത്താണെങ്കിലും ലോകരാഷ്ട്രങ്ങളിൽ നിങ്ങൾ എവിടെയും പഠനം നടത്തി നോക്ക്. മുസ്ലിം പക്ഷത്തെ തീവ്രവാദവും ഭീകരവാദവും ഉണ്ടായത് വഹാബിസത്തിലൂടെയല്ലേ? സലഫിസത്തിലൂടെയല്ലേ? മൗദൂദിസത്തിലൂടെയല്ലേ? തബ്ലീഗിസത്തിലൂടെയല്ലേ?
നിങ്ങൾ എല്ലാ തീവ്ര ഭീകര സംഘടനകളെ കുറിച്ച് പഠനം നടത്തി നോക്ക്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കിയവർ ആരാണ്? വഹാബികൾ, സലഫികൾ, മൗദൂദികൾ, ഇഖ്വാനികൾ. തബ്ലീഗ് ജമാഅത്ത് പോലും ഒരു ഘട്ടത്തിൽ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾ തബ്ലീഗ് ജമാഅത്തിനെ നിരോധിക്കാൻ കാരണം തബ്ലീഗ് ജമാഅത്തിൽ നിന്ന് തീവ്രവാദത്തിലേക്ക്, ഭീകരതയിലേക്ക് ആളുകൾ റിക്രൂട്ട് ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞതുകൊണ്ടാണ്. ഇവിടെ നിലനിൽക്കുന്നത് ഒരു പാരമ്പര്യമാണ്, മതസൗഹാർദ്ദമാണ്, മാനവികതയാണ്. നാനാജാതി മതക്കാരോട് സ്നേഹത്തോടെ, ഐക്യത്തോടെ, തീവ്രവാദമില്ലാതെ, ഭീകരതവാദമില്ലാതെ 1400 കൊല്ലത്തിലധികമായി ഇന്ത്യ പോലെയുള്ള ഒരു ബഹുസ്വര രാജ്യത്ത് എത്ര മനോഹരമായിട്ടാണ് സുന്നികൾ നിലനിന്ന് വന്നത്. സുന്നികൾക്കിടയിൽ ലോകത്തെവിടെയും തീവ്രതയും ഭീകരവാദവും ഉണ്ടാവൂല. അതിന്റെയൊക്കെ ആശാന്മാര്, താത്വികാചാര്യന്മാര്, വിദഗ്ധക്കാരാ. അതുകൊണ്ട് നമ്മുടെ ആവശ്യം, സമസ്തക്കാരുടെ ആവശ്യം, സുന്നികളുടെ ആവശ്യം മാത്രമാവരുത്. വിദഗ്ധത്തിനോടുള്ള എതിർപ്പ് ഈ നാട് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന, മതേതരത്വത്തെ, മാനവികതയെ ഇഷ്ടപ്പെടുന്ന സകല ആളുകളും ആഗ്രഹിക്കേണ്ടതാണ്. ഈ തരത്തിലുള്ള മതത്തിനകത്തുള്ള ഈ നവ വിദഗ്ധക്കാരെ അവരെ ചെറുത്തു തോൽപ്പിക്കുക എന്നുള്ളത്.